3 പേരുടെ നില ഗുരുതരമാണ്. 2 പേര് വെന്റിലേറ്ററിലാണ്. ഒരാൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ടില്ല എങ്കിൽ പോലും ചില ഗുരുതരാവസ്ഥയുണ്ട്. കാരണം സാധാരണഗതിയിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒരു എബവ് 60% ഒക്കെ വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് 2 എണ്ണം ഇവരുടെ പരിശോധനയിൽ എബവ് 90% ആണ്. സ്വാഭാവികം നമുക്കറിയാം. അത് 2 വെന്റിലേറ്ററിലാണ്. അപ്പോൾ 10 പേരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ICUയിലുള്ളത്. എന്തോ സ്ത്രീകളുടെ നമ്പരത്തിലുള്ള ഡോക്ടർ ഇല്ല, അതിൻ്റെ കൂടുതലില്ല. ഇപ്പം ഞങ്ങൾ കണ്ട ഒരു സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി ഓടിയൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ഞങ്ങൾ കണ്ടിരുന്നു. അവരുടെ കാലിന് പരിക്ക് പറ്റി കുഴ തെറ്റിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ സ്ത്രീകളില്ല. പിന്നെ മരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് 8 പേരാണ്. ബാക്കിയുള്ളത് പാർട്സാണ്. ആ പാർട്സ് നമുക്ക് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് കൂട്ടിച്ചേർത്തെടുക്കുമ്പോൾ കണക്ക് ചിലപ്പോൾ 13 14 ഒക്കെ ആയി വരുന്നവരാണ്. ഇപ്പോൾ 8 എണ്ണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സൂചിപ്പിച്ചത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് അവർക്ക് ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം ഉണ്ട്. അപ്പോൾ അത് വളരെ അത് കിട്ടിയത് കൊണ്ടാണ് അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് പാർട്സുകളാണ് നമ്മൾ DNA ടെസ്റ്റ് നടത്തി സ്ഥിരീകരിക്കേണ്ടി വരുന്നത്. അത് സ്ഥിരീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് മറ്റു വിവരങ്ങൾ കൊടുക്കും. പിന്നെ അതിൽ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ചില ആളുകളെല്ലാം ഇവിടെ ഉണ്ട് ചികിത്സയിൽ. ഇറങ്ങി ഓടിയ ഒരു പയ്യനെ ഞങ്ങൾ കണ്ടു. തീ കണ്ടപ്പോഴേ ഇറങ്ങി ഓടി എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ സംഭവ സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ആളുകൾ വിശദീകരിച്ച ചില വിവരങ്ങളുമുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സ്ഥലം MLA നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ആദ്യം മുതൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, കൃത്യമായി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർ ഇടയ്ക്ക് തീ അണച്ചതിന് ശേഷം അങ്ങോട്ട് കയറിയപ്പോൾ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായി. അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അതെല്ലാം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ രാവിലെ ശാസ്ത്രീയമായ ഒരു പരിശോധന കൂടി അതിന് അനിവാര്യമാണ്. അത് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അവിടുത്തെ കുളത്തിലടക്കം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി സ്കൂബ ടീം അടക്കം അവിടെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ മെഷീനറികളും ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, സ്കൂബ ടീമുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ ഏകോപിപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരെ കൃത്യമായി രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഏതെല്ലാം ഉണ്ടോ അതിനെന്തെല്ലാം തരത്തിലുള്ള ചികിത്സകൾ നൽകാവോ മറ്റ് എല്ലാ ഹോസ്പിറ്റലും ഡോക്ടർമാരെ കൂടി ഇങ്ങോട്ട് ടീമിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ IC തന്നെ കയറുമ്പോൾ ഏതാണ്ട് ഡസൻ കണക്കിന് ഡോക്ടർമാരാണ്. ഒരു രോഗിക്ക് തന്നെ 3 പേര് നോക്കാനുള്ള അവസ്ഥ ഇപ്പോൾ ഡോക്ടേഴ്സ് അതിനകത്തുണ്ട്.